നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളും വീടുകളും. പള്ളികളിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 600 നക്ഷത്രങ്ങൾക്കൊപ്പം 60 അടിയുള്ള ഭീമൻ നക്ഷത്രം. കാസർഗോട്ടാണ് കേരളത്തിലെ തന്നെ ഈ അപൂർവ ക്രിസ്മസ് കാഴ്ച. 4 വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളിലാണ് കേസിനാസ്പദമായ സംഭവം. കുമ്പള ടൗണിലെ ഹൈപ്പർ മാർക്കറ്റിനെ കളിയിടമാക്കി കൂറ്റൻ കാട്ടുപന്നി. ദൃശ്യങ്ങൾ വൈറൽ. അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസ്. പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി തള്ളി. കാസർഗോഡ് ക്വാർട്ടേഴ്സിൽ കഞ്ചാവ് വേട്ട. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 4 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഒരാൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. എളിമയുടെ സന്ദേശം ലോകത്തിനു മുന്നിൽ നൽകി കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളും വീടുകളും. ക്രിസ്മസ് ആഘോഷ ഭാഗമായി പള്ളികളിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഉണ്ണിയേശുവിനെ ആരാധിക്കുവാനെത്തിയ രാജാക്കന്മാരുടെയും ആട്ടിടയരുടെയും രൂപങ്ങളൊരുക്കിയ പുൽക്കൂടും വർണ്ണ നക്ഷത്രങ്ങളും ആഹ്ലാദം നൽകുന്ന അന്തരീക്ഷത്തിൽ വിവിധ പള്ളികളിൽ പാതിരാ കുർബാന വചന വിചിന്തനവും നടന്നു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു. ലോകമാസകലമുള്ള ജനതകളുടെ പേര് എഴുതി ചേർക്കണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ആൾക്കാരുടെ പേര് രജിസ്റ്റർ ചെയ്യുക എന്നതായിരുന്നില്ല ആ കൽപ്പനയുടെ പ്രത്യേകത. റോമാക്കാരെ അധിനിവേശം നടത്തിയപ്പോൾ അവരുണ്ടായിരുന്ന സ്ഥലങ്ങളിലുള്ളവരെല്ലാം പേര് രജിസ്റ്റർ ചെയ്യണം എന്നതായിരുന്നു ആ കൽപ്പനയുടെ പൊരുൾ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ പട്ടണങ്ങളിൽ ചെന്ന് ആ പേര് രജിസ്റ്റർ ചെയ്യണം എന്നതായിരുന്നു തുടക്കം യാത്ര പുറപ്പെടുന്നത്. എവിടെ നിന്ന് എങ്ങോട്ടേക്ക്. കേക്ക് മുറിക്കലും കരോൾ ഗാനാലാപനവും നടന്നു. ക്രിസ്തുമസ് കരോൾ ഗീതം ഹ്രസ്വ സിനിമയുടെ അവതരണവും നടന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. 600 നക്ഷത്രങ്ങൾക്കൊപ്പം 60 അടിയുള്ള ഭീമൻ നക്ഷത്രം. കാസർഗോട്ടാണ് കേരളത്തിലെ തന്നെ ഈ അപൂർവ ക്രിസ്മസ് കാഴ്ച. മാലോം സെന്റ് ജോർജ് ഫൊറോന ദേവാലയാങ്കണത്തിൽ 300 കിലോ തൂക്കമുള്ള ഇരുമ്പ് പൈപ്പും 3500 സ്ക്വയർ ഫീറ്റ് തുണിയും ഉപയോഗിച്ചാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് മാലോം സെന്റ് ജോർജ് ഫൊറോന ദേവാലയമുറ്റത്ത് 60 അടിയുള്ള പടുകൂറ്റൻ നക്ഷത്രം ഒരുക്കിയിരിക്കുന്നത്. 300 കിലോ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചാണ് നിർമ്മാണം. 3500 സ്ക്വയർ ഫീറ്റ് തുണിയും ഉപയോഗിച്ചു. 1 ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ്. 50-ലധികം ഹാലജൻ ലൈറ്റുകളും 30 ട്യൂബ് ലൈറ്റുകളുമാണ് വലിയ നക്ഷത്രത്തെ പ്രകാശിപ്പിക്കുന്നത്. ഭീമൻ നക്ഷത്രത്തിന് കൂട്ടായി ചെറു നക്ഷത്രങ്ങളുമുണ്ട്. 600 ചെറിയ നക്ഷത്രങ്ങളാണ് ചുറ്റും അലങ്കരിച്ചിരിക്കുന്നത്. ഇടവകയിലെ 600 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചാണിത്. 15ഓളം തൊഴിലാളികൾ ഒരാഴ്ച പണിപ്പെട്ടാണ് ഈ നക്ഷത്രം നിർമ്മിച്ചത്. വികാരി ഫാദർ ജോസഫ് തൈക്കുന്നംപുറവും അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾ മുണ്ടൈക്കലും നിർമ്മാണത്തിന് നേതൃത്വം നൽകി. കൈക്കാരന്മാരുടെയും ഇടവക ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും നിർമ്മാണത്തിനുണ്ടായിരുന്നു. ഇടവക കോർഡിനേറ്ററും പ്രശസ്ത ചിത്രകാരനുമായ സാനി വി ജോസഫിൻ്റേതാണ് ആശയം. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പ്രിൻ്റഡ് നക്ഷത്രം ഞങ്ങൾക്ക് ഉയർത്തുവാൻ സാധിച്ചു എന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഏതാണ്ട് ഒരാഴ്ചക്കാലം 15ഓളം തൊഴിലാളികൾ ഒന്നിച്ചു ചേർന്ന് 3.5 കിൻഡൽ പൈപ്പും 3500 സ്ക്വയർ ഫീറ്റ് പ്രിൻ്റഡ് തുണിയും 50-ലധികം ഹാലജൻ ബൾബുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ
കൂറ്റൻ നക്ഷത്രം പള്ളി അങ്കണത്തിൽ ഉയർത്താൻ ഞങ്ങൾ സാധിച്ചത്. ഇത് ഞങ്ങളുടെ ഇടവകയുടെ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്, കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോസ് തൈക്കുന്നുമ്പറച്ചൻ്റെ കൃത്യമായ നേതൃത്വത്തിൽ പോൾ മുണ്ടക്കലച്ഛൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ പിന്നിൽ നടത്തിക്കൊണ്ട് ഇടവക സമൂഹം ഒന്നടങ്കം, ഇടവകയിലെ കോർഡിനേറ്ററും കൈക്കാരന്മാരും പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടാണ് ഈ ഭീമാകാരമായ നക്ഷത്രം ഞങ്ങൾക്കിവിടെ ഉയർത്താൻ സാധിച്ചത്. ക്രിസ്തുസിനെ വരവേൽക്കുവാനായി, ഉണ്ണിയേശുവിനെ വരവേൽക്കുവാനായി ഡിസംബർ 1 മുതൽ മാലോം ദേവാലയ അങ്കണത്തിൽ ഒരു മനോഹരമായ വലിയൊരു നക്ഷത്രം, അതോടൊപ്പം തന്നെ ഇടവകയിലെ 600 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 600 നക്ഷത്രങ്ങളും പ്രഭ തൂക്കിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അനുഭവം നൽകിക്കൊണ്ട് ഈ നാളുകൾ കഴിഞ്ഞു പോവുകയാണ്. വിശ്വാസികൾക്കും ജനങ്ങൾക്കും ഒരുപോലെ വിസ്മയമായിരിക്കുകയാണ് ഈ ഭീമൻ നക്ഷത്രം. വലിയ ഈ നക്ഷത്രത്തെയും ഒപ്പം ചെറു നക്ഷത്രങ്ങളെയും കാണുവാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പുതുവർഷ ദിനം വരെ ഈ പടുകൂറ്റൻ നക്ഷത്രവും കുഞ്ഞന്മാരും ഇവിടെയുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 4 വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 10 വയസ്സുള്ള പെൺകുട്ടികളാണ് പീഡനത്തിന് ഇരയായത്. സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിനിടയിലാണ് ആദ്യത്തെ 2 പെൺകുട്ടികൾ തങ്ങൾ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ഇതേ തുടർന്ന് ചൈൽഡ് ലൈൻ മുഖേന മഞ്ചേശ്വരം പോലീസ് അധ്യാപകനെതിരെ 2 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ അധ്യാപകൻ ഒളിവിൽ പോയി. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ സമാനമായ രീതിയിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. മറ്റ് 2 വിദ്യാർത്ഥിനികൾ കൂടി ഇതേ അധ്യാപകനിൽ നിന്നും ലൈംഗികാതിക്രമം നേരിട്ടതായി വെളിപ്പെടുത്തി. ഇതോടെ കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. നിലവിൽ 4 പോക്സോ കേസുകളാണ് അധ്യാപകനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് അധ്യാപകനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളെ കണ്ടെത്തുന്നതിനായി പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായവും തേടിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുമ്പള ടൗണിലെ ഹൈപ്പർ മാർക്കറ്റിനെ കളിയിടമാക്കി കൂറ്റൻ കാട്ടുപന്നി. വഴിതെറ്റിയെത്തിയ കാട്ടുപന്നി സാധനങ്ങൾക്കിടയിലൂടെ തലങ്ങും വിലങ്ങും ഓടിക്കളിക്കുകയായിരുന്നു. പിന്നീട് ഇത് കാടല്ലെന്ന് മനസ്സിലാക്കിയാവണം കയറിയ വാതിലിലൂടെ തന്നെ ആൾ പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെട്ടു. ദൃശ്യങ്ങൾ കാണാം. കുമ്പള ടൗണിലെ റിയലൻസ് സ്മാർട്ട് പോയിന്റ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു തുറന്നുകിടന്ന ചില്ലുവാതിൽ വഴി അപ്രതീക്ഷിതമായി കാട്ടുപന്നി ഓടിക്കയറിയത്. തുടർന്ന് പന്നി സാധനങ്ങൾക്കിടയിലൂടെ തലങ്ങും വിലങ്ങും ഓടിക്കളിക്കുവാൻ തുടങ്ങി. പിന്നീട് കയറിയ വാതിലിലൂടെ തന്നെ ആൾ പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെട്ടു. ഈ സമയത്ത് ഹൈപ്പർ മാർക്കറ്റിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത്. കാട്ടുപന്നിയുടെ പരാക്രമം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ഈ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കുമ്പളയിലും പരിസര പ്രദേശങ്ങളിലും കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് കാട്ടുപന്നി സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടിക്കയറുന്ന സംഭവമുണ്ടായിരിക്കുന്നത്. ഏതാനും മാസങ്ങളായി കൊടിയമ്മയിൽ നിന്നും മാറിപ്പോയിരുന്ന പന്നിക്കൂട്ടങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണെന്നും പരാതിയുണ്ട്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും വനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിലെ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ നൽകണമെന്ന ആവശ്യം കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DCRB DYSP KJ ജോൺസൺ നൽകിയ അപേക്ഷയാണ് ഹൊസ്ദുർഗ് കോടതി തള്ളിയത്. കേസിലെ 1-ാം പ്രതി ഉബൈസ്, 2-ാം പ്രതി ഉദുമ മാങ്ങാട് കൂളിക്കുന്നിൽ താമസക്കാരിയായ ജിന്നുമ്മ എന്ന ഷമീമ, പൂച്ചക്കാട്ടെ അസ്നീഫ, മധൂരിലെ ആയിഷ എന്നിവരെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഈ അപേക്ഷ കോടതി തള്ളുകയായിരുന്നു. 2023 ഏപ്രിൽ 14 പുലർച്ചെയാണ് ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ ഡിസംബർ 3 4 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്.
അന്വേഷണ സംഘം പ്രതികളെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങുകയും തെളിവെടുപ്പുൾപ്പെടെ നടത്തുകയും അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും നഷ്ടമായ 596 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ 100-ൽ പരം പവൻ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ബാക്കി സ്വർണം കൂടി കണ്ടെടുക്കണമെങ്കിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിടണമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്. എന്നാൽ കസ്റ്റഡി അപേക്ഷ തള്ളിയതോടെ തെളിവെടുപ്പ് സംബന്ധിച്ച് വ്യക്തതയില്ലാതായി. അതേസമയം കൊല്ലപ്പെട്ട ഗഫൂർ ഹാജിയുടെ ഭാര്യ കേസിൽ കക്ഷി ചേർന്നു. ഇവർക്കായി കോഴിക്കോട്ടെ മുതിർന്ന അഭിഭാഷകൻ മുഹമ്മദ് സഹീർ കോടതിയിൽ ഹാജരായി. ഇതിനിടെ പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ ജില്ലാ കോടതി ജനുവരി 4 മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ക്വാർട്ടേഴ്സിൽ കഞ്ചാവ് വേട്ട. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 4 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ ചട്ടഞ്ചാൽ പുത്തരിയടുക്കം സ്വദേശി കെ സവാദിനെ കാസർഗോഡ് ടൗൺ പ്രിൻസിപ്പൽ SI MP പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ തളങ്കര KK പുറത്തെ ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിലാണ് 4.050 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവത്തിൽ ചട്ടഞ്ചാൽ പുത്തരിയടുക്കം സ്വദേശി കെ സവാദിനെ കാസർഗോഡ് ടൗൺ പ്രിൻസിപ്പൽ SI MP പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. DYSP CK സുനിൽകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി D ശില്പയുടെ നിർദ്ദേശപ്രകാരം ടൗൺ SAയും ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിലെ അലമാരയിൽ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി സൂക്ഷിച്ച 4 കിലോയിലധികം വരുന്ന കഞ്ചാവ് പിടികൂടിയത്. പുതുവത്സര ആഘോഷത്തിന് ലഹരി പകരുവാനായാണ് കഞ്ചാവ് എത്തിച്ച് സൂക്ഷിച്ചിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളിയാർ CHCയിൽ സജ്ജീകരിച്ച ഹരിത അങ്കണം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായാണ് ഹരിത അങ്കണം സജ്ജീകരിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൻ്റെ ഭാഗമായി മുളിയാർ CHC പരിസരം ശുചീകരിച്ച് ഹരിതാഭമാക്കിയാണ് അങ്കണം സജ്ജീകരിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ CH കുഞ്ഞമ്പു MLA ഹരിത അങ്കണം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഏതെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയുമോ അതിലെല്ലാം നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. എനിക്ക് പിന്നെ അങ്ങനെ തീരുമാനമെടുത്തു നമ്മൾ തന്നെ നമ്മുടെ പ്രവർത്തന ഫണ്ടിൽ നിന്ന് നമ്മൾ അംഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പണമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചില ഇടങ്ങൾ നമ്മൾ നന്നാക്കണം. NGO യൂണിയൻ ചെയ്തത് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇതെല്ലാവരും മുമ്പിൽ വരുന്നില്ല. ഇത് എല്ലാവരും ഈ രംഗത്തേക്കും കടന്നു വരണം. സംഘടനകൾ, വ്യക്തികൾ, സമൂഹം ആകെ രംഗത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ അവരെ പിടിച്ച് പേടിപ്പിക്കലും ചീത്ത പറയലൊന്നും അല്ല വരുവാണ്. അവർക്കൊരു ബോധമാണ്. എല്ലാ വീട്ടുകാരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന പൊതുബോധത്തിലേക്ക് സമൂഹം എത്തണം. ഞാൻ മാലിന്യം പുറത്തേക്ക് എറിയാൻ പാടില്ല, എൻ്റെ വീട്ടിലുണ്ടായ മാലിന്യം അവിടെ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന നിലയിലേക്ക് എൻ്റെ കാര്യങ്ങൾ മാറും. അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി NGO യൂണിയൻ ചെയ്തത്. ഈ NGO യൂണിയൻ ചെയ്ത ഈ പരിപാടിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് V ശോഭ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി PV, മുളിയാർ CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീമ തൻവീർ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം K ഭാനുപ്രകാശ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി T ദാമോദരൻ സ്വാഗതവും ജില്ലാ ട്രഷറർ M ജിതേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മറുത്തുവർ സമുദായ സംരക്ഷണ സമിതി വടക്കൻ മേഖല കുടുംബസംഗമവും അനുമോദന പരിപാടിയും നടത്തി. കാസർഗോഡ് ലളിതകലാ സദന ഹാളിൽ നടന്ന സംഗമം നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മറത്തുവർ സമുദായ സംരക്ഷണ സമിതിയുടെ വടക്കൻ മേഖല കുടുംബ സംഗമവും അനുമോദന പരിപാടിയും കാസർഗോഡ് ലളിതകലാ സദന ഹാളിൽ സംഘടിപ്പിച്ചു. സംഗമം നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. പാചകത്തൊഴിലാളികൾ അവർക്കാണ്. അപ്പോൾ ആരെയും നമ്മൾ അറിയാനില്ല. ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യം, നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് നല്ലൊരു ഭരണഘടനയാണ്. ആ ഭരണഘടന ആരാണ് ഉണ്ടാക്കിയത്? അംബേദ്കർ. അദ്ദേഹം ഈ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം.
നേതാവായിരുന്നു അംബേദ്കർ. ആ അംബേദ്കറാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത്. സംഘാടക സമിതി ചെയർമാൻ ആർ നടരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ ഗോപി ആമുഖ പ്രഭാഷണം നടത്തി. സ്നേഹാലയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ഈശോദാസ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ ഖജാൻജി ആർ രമേശൻ, ജില്ലാ പ്രസിഡന്റ് എൻ സേതു, ആർ വീരമണി, എം ഗോപി, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എം ആനന്ദ് പയ്യന്നൂർ, എൻ വീര കോട്ടപ്പാറ, എൻ ആർ കൃഷ്ണൻ, സത്യനാരായണൻ, ഡി അരുൺകുമാർ, പി മനോജ്, ആനന്ദ്, മൂർത്തി കുമ്പള, എ വിനോദ്, വിജയ്കുമാർ, കെ രാജൻ എന്നിവർ സംസാരിച്ചു. പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. എ ഈശ്വരി സ്വാഗതവും കാസർഗോഡ് യൂണിറ്റ് ഖജാൻജി മണി ആലമ്പാടി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇൻഡോ നേപ്പാൾ അന്താരാഷ്ട്രീയ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ കാസർഗോഡിൻ്റെ എസ് ബസവരാജ്, കെ ധനുഷ് എന്നിവർക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ജില്ലാ ത്രോബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഊഷ്മളമായ സ്വീകരണം നൽകിയത്. നേപ്പാളിൽ നടന്ന ഇൻഡോ നേപ്പാൾ അന്താരാഷ്ട്രീയ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ കാസർഗോഡിൻ്റെ താരങ്ങളായ എസ് ബസവരാജ്, കെ ധനുഷ് എന്നിവർക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ ത്രോബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ത്രോബോൾ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ആർ ശശികാന്ത്, ജില്ലാ പ്രസിഡന്റ് കെ സൂര്യനാരായണ ഭട്ട്, ജില്ലാ സെക്രട്ടറി പി എച്ച് സന്തോഷ് കുമാർ, പൊടിപ്പള ശ്രീ ഭഗവതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങൾ, ശ്രീ ചീരുമ്പ ഭഗവതി സേവാ സമിതി അംഗം കെ രാജേഷ്, ഹരീഷ് ഗോസാഡ, ശശിധര തെക്കേമൂല, പി ജനാർദ്ദനൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വർക്കാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 3 റോഡുകൾ നാടിന് സമർപ്പിച്ചു. മഞ്ചേശ്വരം MLA AK അഷ്റഫ് റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നുള്ള ധനസഹായം ഉപയോഗിച്ചാണ് ഈ റോഡുകളുടെ നിർമ്മാണം നടത്തിയത്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ വർക്കാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 3 റോഡുകളുടെ ഉദ്ഘാടനം മഞ്ചേശ്വരം MLA AK അഷ്റഫ് നിർവഹിച്ചു. 5 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച കൊടലമഗുരു ദേവസ റോഡ്, 15 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച ബജലകരി പൊയ്യ റോഡ്, 5 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച തൗടുകോളി ആലബേ റോഡ് എന്നിവയാണ് AK അഷ്റഫ് MLA നാടിന് സമർപ്പിച്ചത്. MLA ഫണ്ടിൽ നിന്നുള്ള ധനസഹായം ഉപയോഗിച്ചാണ് ഈ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രദേശത്തെ താമസക്കാരുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നതിനുമുള്ള ഒരു പ്രധാന ചുവടുവയ്പായാണ് ഈ പദ്ധതികൾ രൂപകൽപ്പന ചെയ്തതെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മമത ശേഖർ, പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ മജീദ് BA, ഉമർ, പത്മാവതി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PB അബൂബക്കർ പാത്തൂർ, മുൻ അംഗങ്ങളായ മുഹമ്മദ് മച്ചൽ, നിക്കോളാസ് മൊന്തേരോ, ഹസൈനാർ ദേവസ, മുഹമ്മദ് ദേവസ, അബ്ദുൽ കരീം മാസ്റ്റർ, സിദ്ദിഖ് കൊർലമുഗരു, റോണി D ഗോഡ്വിൻ, ഭാസ്കർ പൊയ്യ, ഫെലിക്സ് ഡിസൂസ, മുഹമ്മദ് ബത്തിയെടുക്ക, ലത്തീഫ് തൊക്കെ, കുഞ്ഞി TM, മൊയ്തീൻ കുഞ്ഞി തൊക്കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിനിടെ പ്രദേശവാസികൾ MLA ഷാൾ അണിയിച്ച് ആദരിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് സിറ്റി ഗോൾഡ് ഷോറൂമിൽ ഹോപ്പ് ഡയമണ്ട് എക്സിബിഷന് തുടക്കമായി. ജനുവരി 4 വരെ നീണ്ടു നിൽക്കുന്ന എക്സിബിഷനിൽ നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത്. സിറ്റി ഗോൾഡ് ഗ്രൂപ്പ്സിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വൈവിധ്യമായ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകളുമായി ഹോപ്പ് ഡയമണ്ട് എക്സിബിഷൻ സിറ്റി ഗോൾഡ് കാസർഗോഡ് ഷോറൂമിൽ ആരംഭിച്ചു. ജനുവരി 4 വരെ നീണ്ടു നിൽക്കുന്ന എക്സിബിഷനിൽ നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി സിറ്റി ഗോൾഡ് ഒരുക്കിയിട്ടുള്ളത്. എക്സിബിഷന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നിലോഫർ ഗ്ലാം ബൈ ഹന്ന നിർവഹിച്ചു. എക്സിബിഷനിലെ ആദ്യ സെയിൽ നിലോഫറും രണ്ടാമത്തെ സെയിൽ ഹസീമ റഹീമും ഏറ്റുവാങ്ങി. സിറ്റി ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ കരീം കോളിയാട്, സിറ്റി ഗോൾഡ് ഗ്രൂപ്പ് MD ഇർഷാദ് കോളിയാട്, ബ്രാഞ്ച് മാനേജർ തംജീദ്, AGM അജ്മൽ, സെയിൽസ് മാനേജർ കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ചത് ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതുമെന്ന സംഘപരിവാർ അജണ്ടയിലേക്കുള്ള സൂചനയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു.
രാജ്മോഹൻ ഉണ്ണിത്താൻ MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ചത് ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതുമെന്ന സംഘപരിവാർ അജണ്ടയിലേക്കുള്ള സൂചനയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ഭരണഘടനാ ചർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞു, കോൺഗ്രസിന്റെ ജോലി നേരം വെളുത്താൽ നാഴികയ്ക്ക് 40 വട്ടം അംബേദ്കർ 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 എന്ന് ഇങ്ങനെ ഉരുവിട്ട് കൊണ്ട് നടക്കുകയാണ്. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഈ അംബേദ്കറിന്റെ പേര് മാറ്റി ഭഗവാന്റെ പേര് ഉച്ചരിച്ചാൽ 7 പ്രാവശ്യം നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ട് അംബേദ്കറെ മറന്നേക്ക്. അയാളുടെ നാമധേയം ഉച്ചരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സ്വർഗം വേണോ? അംബേദ്കറിന്റെ പേരിന് പകരം ഭഗവാന്റെ പേര് എത്ര പ്രാവശ്യം അംബേദ്കറിന്റെ പേര് ഉച്ചരിക്കുന്നു അത്രയും പ്രാവശ്യം ഉച്ചരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗലോകം കിട്ടും എന്ന് പറഞ്ഞ് എന്ന് തുടങ്ങി നമ്മുടെ അംബേദ്കറിനെ അപമാനിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കുള്ള നിവേദനവും കലക്ടർക്ക് കൈമാറി. ഹക്കീം കുന്നിൽ A. ഗോവിന്ദൻ നായർ, K. നീലകണ്ഠൻ, കരിമ്പിൽ കൃഷ്ണൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, PV സുരേഷ്, M. കുഞ്ഞമ്പു നമ്പ്യാർ, BP പ്രദീപ് കുമാർ, ധന്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേക്കൽ അഗ്രോ കാർണിവലിൽ വാഴ കർഷകർക്ക് പുത്തൻ അറിവ് പകർന്ന് കാർഷിക സെമിനാർ. ശാസ്ത്രീയ വാഴകൃഷി അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിക്കര പെട്രോൾ പമ്പിന് എതിർവശത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ബേക്കൽ അഗ്രോ കാർണിവലിൽ കാർഷിക സെമിനാറിന്റെ ഭാഗമായി വാഴകൃഷി കർഷകർക്ക് പുത്തൻ കൃഷി രീതികളും വളപ്രയോഗ രീതികളും കീടനാശിനി പ്രയോഗ രീതികളും വിശദീകരിച്ചുകൊണ്ട് ശാസ്ത്രീയ വാഴകൃഷി അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. പുല്ലൂർ സീഡ് ഫാം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KA ഷിജോ വിഷയാവതരണം നടത്തി. 2 നമ്മുടെ കൃഷി ചെയ്യുന്ന സ്ഥലം, 3 വളം, അതിൻ്റെ വളപ്രയോഗം, ജലസേചനം, പിന്നെയാണ് നമ്മുടെ മാർക്കറ്റിംഗ്, വിപണനം ഞാൻ നോക്കിയിട്ട് കാസർഗോഡ് ഒരു വലിയ മറ്റ് സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാസർഗോഡ് ഒരു വലിയൊരു പ്രശ്നം കണ്ടിട്ടില്ല. എന്നാലും വിപണനം, പിന്നെ രോഗകീട പ്രശ്നം. ഇപ്പോൾ രോഗകീട പ്രശ്നങ്ങളും അതേപോലെ കാലം തെറ്റിയ വെള്ളപ്പൊക്കവും മഴയൊക്കെ ലേശം കൂടുതലുണ്ട് എന്നത് വാസ്തവമാണ്. അതിനനുസരിച്ച് രോഗങ്ങളും കീടങ്ങളും ലേശം എന്താ പറയുക, നമ്മൾ കണ്ട് പരിചിതമല്ലാത്ത ചില സാധനങ്ങളൊക്കെ ഇപ്പം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല കൃഷി ചെയ്യുന്ന ആൾക്കാർക്കറിയാം, പരിചിതമില്ലാത്ത കുറച്ച് രോഗകീടങ്ങളും കണ്ടുവരുന്നുണ്ട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീലത അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K. ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി. അജാനൂർ കൃഷി ഓഫീസർ സന്തോഷ് ചാലിൽ മോഡറേറ്ററായി. 100-ൽ പരം വാഴ കർഷകർ സെമിനാറിൽ പങ്കെടുത്ത് തങ്ങളുടെ കൃഷി അനുഭവങ്ങളും സംശയ നിവാരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, പള്ളിക്കര. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങൾക്ക് സാമൂഹ്യനീതി ഉറപ്പാക്കാൻ ജാതി സെൻസസ് നടത്തണമെന്ന് കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടനയുടെ 18 വർഷം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലയളവാണ്. നമുക്കറിയാം, സമുദായ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്ന കാര്യമാണ്. 100-ഉം 100-ലധികവും വർഷം സംഘടനാ പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിക്കൊണ്ട് സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന സംഘടനകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിലെ ആളുകൾ ഉയർന്നു വരുന്ന പുരോഗതിയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ജില്ലാ പ്രസിഡന്റ് K. വിജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ധന്യ മുഖ്യാതിഥിയായി. ചടങ്ങിൽ കർമ്മസാരഥി പുരസ്കാര ജേതാവ് രാജേഷ് പാലങ്ങാട്ട്, K. പീതാംബരൻ, P. K. ജനാർദ്ദനൻ, മുതിർന്ന അംഗങ്ങളായ B. K. കൃഷ്ണൻ, K. കൃഷ്ണൻ, K. രമണിയമ്മ എന്നിവരെ ആദരിച്ചു. P. K. ജനാർദ്ദനൻ, K. പീതാംബരൻ, K. ജിതേഷ് കുമാർ, ശ്രീലത എരിക്കുളം, A. മാധവൻ, K. രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രവാസി ദോഹ നൽകി വരുന്ന ബഷീർ പുരസ്കാരം പ്രമുഖ ശില്പി കാനായി കുഞ്ഞിരാമന് സമർപ്പിക്കും. 27-ന് കാഞ്ഞങ്ങാട് മഹാകവി P. സ്മാരകത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്.
ഖത്തറിലെ മലയാളികളുടെ സാംസ്കാരിക കൂട്ടായ്മയായ പ്രവാസി ദോഹ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിൽ നൽകി വരുന്ന ബഷീർ പുരസ്കാരം പ്രമുഖ ശില്പി കാനായി കുഞ്ഞിരാമന് സമർപ്പിക്കും. ഡിസംബർ 27-ന് കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരകത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് KS വെങ്കിടാചലം അവതരണം നടത്തും. ട്രസ്റ്റി KK സുധാകരൻ സ്വാഗതം പറയും. ചടങ്ങിൽ ട്രസ്റ്റി MA റഹ്മാൻ ശില്പസമർപ്പണം നിർവഹിക്കും. ബഷീറിന്റെ മകൻ അനീസ് ബഷീർ അവാർഡ് തുക കൈമാറും. ട്രസ്റ്റി P ഷംസുദ്ദീൻ പ്രശസ്തി പത്ര സമർപ്പണം നടത്തും. പി സ്മാരക സമിതി പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ MN വിജയൻ എൻഡോമെന്റ് സ്കോളർഷിപ്പ് അവാർഡ് വിതരണവും നടക്കും. കാനായി കുഞ്ഞിരാമനെ കുറിച്ച് സൗജന്യമായി വിതരണം ചെയ്യാൻ സൗഹൃദ സമിതി സമർപ്പിക്കുന്ന മോണോഗ്രാഫ് പ്രകാശനവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ റഫീഖ് പറോളി, RK റഷീദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളും വീടുകളും. പള്ളികളിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 600 നക്ഷത്രങ്ങൾക്കൊപ്പം 60 അടിയുള്ള ഭീമൻ നക്ഷത്രം. കാസർഗോട്ടാണ് കേരളത്തിലെ തന്നെ ഈ അപൂർവ ക്രിസ്മസ് കാഴ്ച. 4 വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളിലാണ് കേസിനാസ്പദമായ സംഭവം. കുമ്പള ടൗണിലെ ഹൈപ്പർ മാർക്കറ്റിനെ കളിയിടമാക്കി കൂറ്റൻ കാട്ടുപന്നി. ദൃശ്യങ്ങൾ വൈറൽ. അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസ്. പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി തള്ളി. കാസർഗോഡ് ക്വാർട്ടേഴ്സിൽ കഞ്ചാവ് വേട്ട. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 4 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഒരാൾ അറസ്റ്റിൽ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.